നമ്മൾ നേടുന്നതല്ല സ്ഥാനം, മറ്റൊരാൾ നമുക്ക് തരുന്നതാ. മറ്റൊരാൾ നമ്മൾക്ക് നൽകുന്നതാണ് സ്ഥാനവും പദവിയും. ഒന്നുമില്ലാത്തവനെയും നാട് ആദരിച്ചിട്ടുണ്ട്, ഒന്നും സ്ഥാനമില്ലാത്തവനെയും നാട് ബഹുമാനിച്ചിട്ടുണ്ട്. അതവന്റെ പ്രവർത്തനം കൊണ്ടും ജീവിതം കൊണ്ടും സ്വഭാവം കൊണ്ടും. എന്നാൽ നാട്ടിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടും മരിക്കുമ്പോൾ പള്ളിയിൽ വരാൻ പോലും മടിക്കുന്ന, ആ മയ്യത്ത് നിസ്കരിക്കാൻ പോലും മടിക്കുന്ന ആൾക്കാരും നമ്മളെ നാട്ടിലുണ്ട്. അപ്പൊ ഈ ഒരു അധികാരവും സ്ഥാനവും ബഹുമാനവും, നാലാളുകൾ എന്നെ അറിയണം, ഇനി ഒന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കണം, ഒരു ഫാൻസ്, അങ്ങനെ അപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫാൻസ് അളവിൽ കവിഞ്ഞ പ്രശസ്തിയും പരിഗണനയും കൊടുക്കുക. ആർക്കും കൊടുക്കരുത്, ഒരാൾക്കും. കാരണം അങ്ങനെ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അവൻ അഹങ്കാരിയും അനീതിയുടെയും ഭാഗത്തേക്ക് കൊണ്ടുപോകും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂഫ സന്ദർശിക്കാൻ പോയി. ആ കൂഫയിൽ അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് കാണുക ദരിദ്രനായ ഒരു മനുഷ്യനെ. അദ്ദേഹത്തെ കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് ഞെട്ടിപ്പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പ്രവാചകന് വേണ്ടി ജീവൻ വരെ വെടിയാൻ തയ്യാറായ സഈദ് എന്ന ചെറുപ്പക്കാരനാണ് ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ വീണ് ഈത്തപ്പന ഓലയിൽ ഭക്ഷണം കഴിക്കാനില്ലാണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് ആ നാട്ടിലുള്ള കുറച്ച് ആളോട് പറഞ്ഞു, ഈ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവന്റെ ലിസ്റ്റ് തരണം. എല്ലാവരും എഴുതി കൊടുത്തു. സഈദ് റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് കുറച്ച് പൈസ കൊടുത്തു, ദീനാറുകൾ കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് മടങ്ങിപ്പോയി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അന്നും കാണുന്നത് സഈദ് അതേ കോലത്തിൽ തന്നെ. അത്ഭുതത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബ് ജനങ്ങളോട് ചോദിച്ചു, ഞാൻ ഓന് കുറെ നല്ല പൈസയൊക്കെ കൊടുത്തിരുന്നല്ലോ, നല്ല ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ. ജനങ്ങൾ പറഞ്ഞു, ഉമറെ, താങ്കൾ പോയതോടുകൂടി അതൊക്കെ അദ്ദേഹത്തെക്കാൾ സാധുക്കളാണെന്ന് വിചാരിക്കുന്ന പലർക്കും കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പടച്ചോൻ എനിക്ക് താമസിക്കാൻ ഒരു ഈത്തപ്പന ഒല തന്നില്ലേ, അതില്ലാത്തവരുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ പലർക്കും കൊടുത്ത് തീർത്തു ഉമർ ഇബ്നുൽ ഖത്താബ് സഈദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സഈദ്, താങ്കളാണ് അടുത്ത കൂഫയുടെ ഗവർണർ. സ്ഥാനം തേടി വരേണ്ടതാ, വാങ്ങണ്ടിയല്ല, മനസ്സാഗ്രഹിച്ച് പിന്നാലെ പോണ്ടിയല്ല. അത് അല്ലാഹ് എത്തിച്ചു തരുന്നതാ. തരും പടച്ചോൻ, അതിന് യോഗ്യനാണെങ്കിൽ, അതിന് യോഗ്യതയുണ്ടെങ്കിൽ പടച്ചോൻ അവിടെ എത്തിച്ചേരും. പക്ഷെ അന്ന് സഈദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറിയിട്ട് പറഞ്ഞു, ഉമർ, ഈ പച്ച മണ്ണ് വാരി തിന്നാൻ പറഞ്ഞാൽ ഞാൻ തിന്നും, പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഗവർണറോ ഒരു സ്ഥാനത്തേക്കോ കൊണ്ടുവരല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, സഈദ്, താങ്കളെപ്പോലെ പടച്ചോനെ പേടിയുള്ള ആളുകൾ അത് ഏറ്റെടുക്കൽ ഒരു ബാധ്യതയാ, ഇസ്ലാമിനോടുള്ള ബാധ്യത. അവസാനം ഏറ്റെടുക്കേണ്ടി വരും അദ്ദേഹത്തെ പറ്റിയ വീണ്ടും അടുത്ത വരവിന് ഉമർ ഇബ്നുൽ ഖത്താബിനോട് നാട്ടുകാർ കുറ്റം പറയുന്നത്, ഒരു ദിവസം പുറത്തിറങ്ങൂല, ആഴ്ചയിൽ ഒരു ദിവസം പുറത്തിറങ്ങൂല, രാവിലെ 10 മണി കഴിയുന്നൊക്കെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താ കാരണം? പുറത്തിറങ്ങാത്ത ഒരു ഡ്രസ്സേ ഉള്ളൂ, അത് അലക്കിയിടുന്ന അകത്തുത്തിരിക്കും. 10 മണിക്കേ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എങ്കിൽ ഭാര്യനെ സഹായിച്ച് മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പൊരപ്പണിയൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരം വൈകും. അതുകൊണ്ടാ രാത്രി ഞങ്ങൾ കണ്ടിട്ടില്ല സഈദിനെ എന്ന് നാട്ടുകാര്. സഈദ് പറഞ്ഞു, ഉമറേ, പകല് ജനങ്ങൾക്കും രാത്രി പടച്ചോനും കൊടുത്തതാ ഞാൻ. അതൊക്കെ ഈമാൻ, സ്ഥാന ഈമാൻ.